മാനന്തവാടി മണ്ഡലത്തിൽ ഇത്തവണ നടന്നത് കനത്ത രാഷ്ട്രീയ പോരാട്ടം. കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന് യുഡിഎഫും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് എൽഡിഎഫും കണക്കുകൂട്ടുന്നു. വയനാട്ടിൽ എൽഡിഎഫിനുള്ള ഏക മണ്ഡലമാണ് മാനന്തവാടി. കഴിഞ്ഞ 10 വർഷമായി മാനന്തവാടിയിൽ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങളും OR കേളു എന്ന വ്യക്തിപ്രഭാവവുമാണ് എൽഡിഎഫിന്റെ മുതൽക്കൂട്ട്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. നിലവിലെ MLAയും മന്ത്രിയുമായ OR കേളുവിന് ഏറെ ജനപിന്തുണയുള്ള മണ്ഡലമാണ് മാനന്തവാടി. 10 വർഷമായി മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളും വ്യക്തിപ്രഭാവവും മികച്ച വിജയമുണ്ടാക്കാനാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗമായും MLA എന്ന നിലയിൽ സഖാവ് OR കേളു ഇടപെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതേസമയം 2025-ലുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. കഴിഞ്ഞ 2 തവണയും UDFിനകത്തുണ്ടായ പടലപ്പിണക്കങ്ങൾ ഇത്തവണയില്ല. തിരുനെല്ലി പഞ്ചായത്ത് ഒഴികെ ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും UDFന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വന്നാലും ഒരു 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് മാനന്തവാടി നിയോജക മണ്ഡലം ഇത്തവണ ഞങ്ങൾ തിരിച്ചു പിടിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയർന്നതും ഇരു മുന്നണികളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാനന്തവാടി മണ്ഡലത്തിൽ ഇത്തവണ തീപ്പാറുമെന്നതിൽ സംശയമില്ല. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, വയനാട്.